കസ്റ്റഡി മരണങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിലെ CCTV പ്രവർത്തനരഹിതമായ സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ 11 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. വിവരങ്ങളുമായി അച്യുതൻ. അത് മറ്റൊരു കോണ്ടക്സ്റ്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ ഇവിടെ ഒരു കൊടിയ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കേരളം കാണുമ്പോൾ അതിന്റെ പ്രത്യേക പ്രസക്തിയുണ്ട്. അച്യുതൻ, തീർച്ചയായിട്ടും ഹാഷ്മി, കഴിഞ്ഞ ദിവസം തന്നെയാണ് കേരളത്തിൽ അത്തരം ഒരു ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അത് ഈ CCTV ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ മർദ്ദനത്തിന്റെ ക്രൂരത പുറം ലോകത്തിന് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ ഇപ്പോൾ അതേ സ്വഭാവമുള്ള കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ. അതായത് കഴിഞ്ഞ ഈ 2025 മാത്രം 8 മാസത്തിനുള്ളിൽ 11 കസ്റ്റഡി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പല സ്റ്റേഷനുകളിലും ഈ CCTV എല്ലാ സ്റ്റേഷനുകളിലും CCTV സ്ഥാപിക്കാനായിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ പലയിടങ്ങളിലും CCTV പ്രവർത്തനരഹിതമാണ്. ചിലയിടങ്ങളിൽ CCTV സ്ഥാപിച്ചിട്ട് കൂടിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡി മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ഈ CCTV പ്രവർത്തനരഹിതമെന്ന് ചൂണ്ടിക്കാട്ടി തന്നെ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എന്തായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് കൂടിയായിരിക്കും സുപ്രീം കോടതി കടക്കുക.